പ്രിയപ്പെട്ട നാഗലശ്ശേരിക്കാരെ, കേരളത്തിൽ 941 പഞ്ചായത്തുകൾ ഉള്ളതിൽ 922 സ്ഥാനത്താണ് നമ്മുടെ നാഗലശ്ശേരി എന്ന് പറയുമ്പോൾ എത്ര അപമാനകരമായിട്ടുള്ളൊരു അവസ്ഥയാണത്. കേരളത്തിലെ ഏറ്റവും മോശപ്പെട്ട 20 പഞ്ചായത്തുകളുടെ കൂട്ടത്തിൽ കൂട്ടേണ്ട ഒരു നാടാണോ നമ്മുടേത്? ആരാണ് ഈ അവസ്ഥയിലേക്ക് നാഗലശ്ശേരി എത്തിച്ചത്? കഴിഞ്ഞ അരനൂറ്റാണ്ടിലേറെ കാലമായി CPMന്റെ കുത്തക ഭരണം ഇവിടെ നിലനിൽക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് കേരളത്തിലെ ഏറ്റവും അവികസിത പ്രദേശമായി നാഗലശ്ശേരി ഇന്നും തുടരുന്നത്. നമ്മുടെ തൃത്താല നിയോജകമണ്ഡലത്തിൻ്റെ തന്നെ ആസ്ഥാനമാണ് കൂറ്റനാടും നാഗലശ്ശേരിയുടെ പ്രദേശങ്ങളും ഒക്കെ. സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് കേരളത്തോളം കേൾവി കേട്ട നാടുകളാണ് പെരിങ്ങോടും കോതച്ചെറിയും നാഗലശ്ശേരിയിലെ ഇതര ഭാഗങ്ങളുമൊക്കെ. ഏത് മേഖലയിലാണ് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുള്ളത്? അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത്തവണ നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്, ഒരു തവണ UDF നിങ്ങളൊരു അവസരം തരണം. ഒരു മാറ്റത്തിനുള്ള സമയം ഇതാണ്. മുഴുവൻ സീറ്റുകളിലും ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളുമായിട്ടാണ് UDF ഇത്തവണ നിങ്ങളെ അഭിമുഖീകരിക്കുന്നത്. ഞങ്ങൾ തയ്യാറാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റം ഈ നാഗലശ്ശേരിയിൽ കൊണ്ടുവരാൻ വേണ്ടി നിങ്ങളുടെ പിന്തുണയുണ്ടാവണം, നിങ്ങളുടെ വോട്ടുകൾ ഉണ്ടാവണം. ഇതാണ് അവസരം. നാളെ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ UDF വിജയിപ്പിക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് നിന്ന് നാഗലശ്ശേരിയിൽ ചെയ്യാൻ സാധിക്കും. ഏറ്റവും കൂടുതൽ ഭവനരഹിതരായിട്ടുള്ള ആളുകളുള്ള, പാവപ്പെട്ടവരുള്ള, പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട, ദുർബല വിഭാഗത്തിൽപ്പെട്ട ആളുകളുള്ള ഒരു നാടാണ് നാഗലശ്ശേരി. എന്നിട്ടും കഴിഞ്ഞ 5 വർഷം കൊണ്ട് വെറും 100-ൽ താഴെ ആളുകൾക്ക് മാത്രമാണ് വീട് വെച്ച് നൽകാൻ പഞ്ചായത്തിന് സാധിച്ചത്. എന്നാൽ ഞങ്ങളിതാ നിങ്ങൾക്ക് മുമ്പിൽ വാഗ്ദാനം നൽകുന്നു, അടുത്ത 5 വർഷം കൊണ്ട് നാഗലശ്ശേരി പഞ്ചായത്തിൽ 500 വീടുകൾ പാവപ്പെട്ടവർക്കായി വെച്ച് നൽകാൻ UDFന് അവസരം ലഭിക്കുകയാണെങ്കിൽ സാധിക്കും. ഞങ്ങളത് വെറുതെ പറയുന്നതല്ല. നാഗലശ്ശേരിയെ പോലെ നമ്മുടെ തൃത്താല നിയോജകമണ്ഡലത്തിൽ ഏറ്റവും അവികസിതമായി കിടന്നിരുന്ന CPMന്റെ ഒരു ഉരുക്കുകോട്ടയായി കരുതപ്പെട്ടിരുന്ന ഒരു നാടാണ് പരുതൂർ പഞ്ചായത്ത്. അവിടെ കഴിഞ്ഞ തവണ ഞങ്ങൾക്ക് അധികാരം ലഭിച്ചപ്പോൾ ഇന്ന് കേരളത്തിലെ ഏറ്റവും മികച്ച പഞ്ചായത്തുകളിലൊന്നായി പരുതൂർ മാറുകയാണ്. നേരത്തെ നാഗലശ്ശേരിയുടെ സ്ഥാനം 941-ൽ 922 എന്ന് പറയുമ്പോൾ അതേ ലിസ്റ്റിൽ പരുതൂർ പഞ്ചായത്തിൻ്റെ സ്ഥാനം സംസ്ഥാന തലത്ത് 4-ാം സ്ഥാനത്താണ്. പാലക്കാട് ജില്ലയിൽ 1-ാമതാണ് പരുതൂർ. അവിടെ 497 ആളുകൾക്കാണ് കഴിഞ്ഞ 5 വർഷത്തിനകത്ത് നമുക്ക് വീട് വെച്ച് നൽകാൻ സാധിച്ചത്. അതുകൊണ്ടാണ് നാഗലശ്ശേരിയിലും അത് സാധിക്കും എന്ന് ഞങ്ങൾ പറയുന്നത്. നാഗലശ്ശേരിയിൽ ഒരു നല്ല കളിയിടമില്ല, ഒരുപാട് അവസരങ്ങളുള്ള ഒരു നാടാണ്. അതുകൊണ്ട് തന്നെ അടുത്ത 5 വർഷത്തിനുള്ളിൽ നാഗലശ്ശേരിയിൽ വിവിധ മേഖലകളിലായി 4 കളിസ്ഥലങ്ങളെങ്കിലും ഉണ്ടാക്കാൻ പ്രതിജ്ഞാബദ്ധമായിട്ടാണ് UDF നിങ്ങളുടെ ജനവിധി തേടുന്നത്. നിങ്ങൾ സഹകരിക്കുകയാണെങ്കിൽ നമുക്കതിന് കഴിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പല പ്രദേശങ്ങളിലും ഇനിയും കുടിവെള്ളം അതിൻ്റെ യഥാർത്ഥ ഗുണനിലവാരത്തിലെത്തിയിട്ടില്ല. മുഴുവൻ സമയം കുടിവെള്ളം ലഭിക്കുന്ന ഒരു നാടായി നമുക്ക് നാഗലശ്ശേരിയെ മാറ്റണം. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾ അവസരം നൽകുകയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. പെരിങ്ങോട് സെൻറ്ററും കോതച്ചിറ സെൻറ്ററും നല്ല നവീകരിച്ച് കമനീയമാക്കേണ്ട ഒരു ആവശ്യം ഉണ്ട്. കാലത്തിനനുസരിച്ച് നാട് മാറണം. അതിന് നമുക്ക് ഒരുമിച്ച് നിന്നാൽ സാധിക്കും. നാഗലശ്ശേരിയിലെ മിക്കവാറും ഗ്രാമീണ റോഡുകളൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ്. പഞ്ചായത്തിനും പഞ്ചായത്ത് വകുപ്പ് ഭരിക്കുന്ന മന്ത്രിക്കും 5 വർഷം കൊണ്ട് അതിന് സാധിച്ചിട്ടില്ല എന്നുള്ളത് നമുക്ക് കാണേണ്ടതായിട്ടുണ്ട്. നമ്മളോട് സഹകരിക്കുന്ന ഒരു സർക്കാർ 2026-ൽ തീർച്ചയായിട്ടും കേരളത്തിലുണ്ടാവും. തൃത്താലയിലും നല്ല മാറ്റങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അതിനോടൊപ്പം നിന്നുകൊണ്ട് ഒരു അവസരം ലഭിക്കുകയാണെങ്കിൽ നാഗലശ്ശേരിയിൽ നമുക്ക് നല്ല റോഡുകൾ, ഓരോ ഉൾപ്രദേശങ്ങളിലേക്കും എത്താൻ കഴിയുന്ന തരത്തിലുള്ള നല്ല റോഡുകൾ ഉണ്ടാക്കാൻ സാധിക്കും. കുട്ടികൾക്ക് കളിക്കാനുള്ള അവസരമോ പാർക്കുകളോ, ആ നിലയിൽ വിശ്രമ കേന്ദ്രങ്ങളോ, വയോജനങ്ങൾക്കുള്ള വിശ്രമ കേന്ദ്രങ്ങളോ, ഭിന്നശേഷിക്കാരെ പരിപാലിക്കുന്നതിന് വേണ്ടിയുള്ള പ്രത്യേക സംവിധാനങ്ങളോ ഒന്നും നാഗലശ്ശേരിയിലില്ല. ഇതൊക്കെ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലായി ഇപ്പോൾ യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും എന്തുകൊണ്ട് നമ്മുടെ നാട്ടിലേക്ക് വരുന്നില്ല എന്ന് നിങ്ങൾ ആലോചിക്കണം. അത് ആലോചിക്കാനുള്ള ദിവസമാണ് നാളെ. ഈ തെരഞ്ഞെടുപ്പിലാണ് ജനാധിപത്യത്തിലൂടെ നമ്മൾ ഇത്തരം നമ്മുടെ പ്രശ്നങ്ങളുടെ ഉത്തരങ്ങൾ കണ്ടെത്തേണ്ടതായിട്ടുള്ളത്. അതിനൊക്കെ വേണ്ടി നിങ്ങൾ ഞങ്ങളോടൊപ്പം നിൽക്കണം എന്നൊരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. നാഗലശ്ശേരിയുടെ ഭരണം കഴിഞ്ഞ കുറേ കാലമായി ചിലർക്ക് മാത്രം വേണ്ടിയിട്ടുള്ളതാണ്. ഭരണ സംവിധാനവുമായി ചേർന്ന് നിൽക്കുന്ന ചില കോൺട്രാക്ടർമാർ, ചില സ്ഥാപിത താല്പര്യക്കാർ, അത്തരത്തിലുള്ള ആളുകൾ തടിച്ചു കൊഴുക്കുന്നു എന്നതല്ലാതെ സാധാരണക്കാർക്ക് പ്രയോജനം ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി നാഗലശ്ശേരിയിലെ സാധാരണക്കാർ ഇത്തവണ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിലകളിലൊക്കെ പാർട്ടി ചിഹ്നം അല്ലെങ്കിൽ പാർട്ടി എന്ന് പറയുന്ന പേര് അത് മാത്രം കണ്ണടച്ച് വിശ്വസിച്ച് അതിൽ വോട്ട് ചെയ്ത് ശീലിച്ചിട്ടുള്ള കുറേയേറെ ആളുകൾ ഇത്തവണ മാറി ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. അത് പൂർണ്ണതയിലെത്തണം.
നിങ്ങളുടെ എല്ലാം മനസ്സ് UDF-നൊപ്പം ഇത്തവണ ഉണ്ടാവുകയാണെങ്കിൽ ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, നിങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റം ഡെലിവർ ചെയ്യാൻ UDF സജ്ജമാണ്. UDF-നൊപ്പം നിങ്ങൾ ഇത്തവണ ഉണ്ടാവണം. കൈപ്പത്തി ചിഹ്നത്തിൽ നിങ്ങളെ വിലയേറിയ വോട്ടുകൾ നൽകി എല്ലാ വാർഡുകളിലും UDF-ൻ്റെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണം. നമുക്ക് ഒരുമിച്ച് നിന്നാൽ നമുക്ക് മാറ്റാൻ സാധിക്കും. മാറാത്ത നാടുകളൊന്നുമില്ല. ശാപമോക്ഷം എന്ന് പറയുന്നത് നമ്മുടെ നാടിൻ്റെ അവകാശമാണ്. അതിതാണ് അവസരം.